എന്താ പറയുക, ഇത്തിൽക്കണ്ണികൾ എന്ന് ഞാൻ പറയാൻ പറ്റും. റൈറ്റ്, അവർക്കായിട്ട് നല്ലൊരു കോണ്ടന്റ് ഉണ്ടാക്കാൻ കഴിവില്ലാത്ത ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിനെ ഡിഗ്രേഡ് ചെയ്യുക ഒരു അപജയമാണിത്. ആക്ച്വലി സബ്ജക്റ്റ് ഇല്ലാതെ ഒരു അപജയം. സിജോയെ ഇൻഫ്ലുവൻസർ എന്ന് പറയാൻ പറ്റത്തില്ല, പുള്ളി അപജയമാണ്, ഇത്തിൽക്കണ്ണിയാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ byhan.in എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. ആ ഇൻസ്റ്റാഗ്രാം പേജിൽ പല തരത്തിലുള്ള വ്യത്യസ്തമായ ഡിസൈനിലുള്ള ഷർട്ടുകളൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും, പലതരത്തിലുള്ള ഡ്രസ്സുകൾ വാങ്ങാൻ കിട്ടും. അങ്ങനെ അവർ ഡിസൈൻ ചെയ്തൊരു ഡ്രസ്സിനെ സിജോ സിമ്പിളായിട്ട് കോപ്പി അടിച്ചു. ഈ സാധനത്തിനാണ് ഈ അപജയമാണ്, നീ വെറും ഇത്തിൽക്കണ്ണിയല്ല എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇതിന്റെ പിന്നിൽ വേറെ കുറേ ശാസ്ത്രങ്ങളുണ്ട്. ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ പറയുക, നിങ്ങൾ ഒരു നൈക്കിന്റെ ഷൂ കണ്ടു, ഈ ഷൂവിന് 12,000 രൂപ വില പറഞ്ഞു. അതേ ഡിറ്റോ ഫോട്ടോസ്റ്റാറ്റ് അടിച്ച പോലത്തെ ഒരു കോപ്പി സാധനം നിങ്ങൾക്ക് ഒരു 800 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു. ഏകദേശം സെയിം ക്വാളിറ്റി, സെയിം ഡിസൈൻ, എല്ലാം സെയിമോ സെയിം. അപ്പം നിങ്ങൾ രണ്ട് തരത്തിൽ ആളുകൾ ചിന്തിക്കും. അല്ല അതാണ് ഒറിജിനൽ, അത് തന്നെ മേടിക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ അത് മേടിക്കാനുള്ള ആസ്തി എനിക്കില്ല, അല്ലെങ്കിൽ ഇത്രയും വില കൊടുത്ത് ഷൂ ഇടേണ്ട കാര്യം ഇപ്പം എനിക്കില്ല, അല്ലെങ്കിൽ അത് ഓവർ പ്രൈസ്ഡ് ആണ്. അങ്ങനെ പല കാരണങ്ങൾ ചിന്തിച്ചിട്ട് ഈ 800 രൂപയുടെ ഷൂ മേടിക്കുന്നവരുണ്ടാവും. അപ്പോൾ സിജോ എന്തൊക്കെയോ കാരണം കൊണ്ട് ആ ഷർട്ട് റീക്രിയേറ്റ് ചെയ്തു. ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതിനാണ് ഈ ഇത്തിൽക്കണ്ണി, മാട, തേട, കോട എന്നൊക്കെ പറയുന്നത്. ഇതിനകത്ത് വേറെ കുറേ കഥകൾ കൂടി ഇതിനകത്ത് പറയാനുണ്ട്. അതെല്ലാം ഞാൻ വിശദമായിട്ട് പറയാം. നമ്മൾ ആദ്യമായിട്ട് കാണുന്നവർ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പും കൊടുത്ത് ലൈക്ക് അടിച്ച് മറ്റേ എന്തെങ്കിലും കടപ്പെട്ടാന്ന് 2-3 കമൻറ്റൂടെ അങ്ങിട്ടേ നമ്മളെ കൂടുതൽ ലാഗ് അടിപ്പിച്ച് കുളവാക്കി വധവാക്കുന്നില്ല. നേരെ വീഡിയോയിലേക്ക് പോവാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന സാധനം byhan.in എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. ആ ഇൻസ്റ്റാഗ്രാം പേജിനകത്ത് പല തരത്തിലുള്ള ഡ്രസ്സുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും. ഈ ഡ്രസ്സുകളൊക്കെ വളരെ അടിപൊളി ഡിസൈൻസ് ആണ്. ഈ ഡിസൈൻസിനൊന്നും മോശം പറയാൻ പറ്റില്ല. പക്ഷേ അതിനെല്ലാം ഒരു സാധാരണക്കാരനെ കൊണ്ട് ഇപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിലും അധികം റേറ്റിലാണ് അത് കിടക്കുന്നത്. അപ്പം നമ്മളെപ്പോലുള്ള ഒരാൾക്ക്, അതായത് ഈ വലിയ ശമ്പളമില്ലാത്ത, വലിയൊരു സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത ഒരാൾക്ക് അത് വാങ്ങാൻ പറ്റണമെന്നില്ല. അതിനകത്ത് ഒരിക്കലും അവരുണ്ടാക്കുന്ന ഡ്രസ്സിന്റെ വില അവരാണ് ഡിസൈഡ് ചെയ്യുന്നത്. അവർക്ക് അതിനുള്ള എഫേർട്ട് അതിനകത്തുണ്ട്. അത് അത്രയും മുടക്കിയാൽ അവർക്കത് ലാഭത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ആ വിലയ്ക്ക് എടുക്കാം. പക്ഷെ അതിനുള്ള ആസ്തി എനിക്കില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ സൊല്യൂഷൻ തപ്പും. ഇതിനകത്ത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിജോ ഒരു ഷർട്ട് എടുത്ത്, ഈ ഷർട്ട് സിജോ റീക്രിയേറ്റ് ചെയ്തു. നമുക്ക് ആദ്യം സിജോയുടെ വീഡിയോ ഒന്ന് കാണാം. ഇത് വ്യക്തമായിട്ട് കാണണം, എന്നാലും നിങ്ങൾക്ക് അതിനകത്ത് കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാത്തുള്ളൂ കേട്ടോ. ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഷർട്ട് കണ്ടോ? ഈ ഷർട്ടിന്റെ പിന്നിൽ ഒരു ചെറിയ സ്റ്റോറി ഉണ്ട്. ഞാൻ ഈ ഷർട്ട് ആദ്യം കാണുന്നത് ഒരു ഓൺലൈൻ വെബ്സൈറ്റിലായിരുന്നേ. അതിന്റെ ഓക്കെ, ഇതാണ് ഈ ഓൺലൈൻ വെബ്സൈറ്റ് എന്ന് പറഞ്ഞ് സിജോ അദ്ദേഹത്തിന്റെ പേജിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സാധനം. ഇതിനകത്ത് ശംഖ് പുഷ്പം ഹാൻഡ് പ്രിന്റഡ് ഫുൾ സ്ലീവ് ഷർട്ട് 2,650 രൂപ. ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള ഈ പേജ് ഇത് ഇന്ന പേജാണ്, ഇന്ന പേജിൽ ഓവർ പ്രൈസ്ഡ് ആണ്, അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ഇതാണ് ഡ്രസ്സ്, ഈ ഡിസൈൻ ആണ് സംഭവം, പക്ഷെ ഇത് ഇത്രയും വിലയാണ് എന്ന് പറഞ്ഞിട്ടാണ് സിജോ ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഇത് ഈ ഒരു പേജ് ആകണമെന്ന് അറിയണമെന്ന് നിർബന്ധമില്ല. എല്ലാം കണ്ടപ്പോഴത്തേക്കും ഞെട്ടിപ്പോയി. 2,650 രൂപ. പെട്ടെന്ന് എന്റെ ഉള്ളിലെ മലയാളി അങ്ങോട്ട് ഉണർന്നു. 600 രൂപ കൊടുത്ത് ഒരു ഷോപ്പിൽ പോയിട്ട് ആ ഷർട്ട് അങ്ങടി ഞാൻ വാങ്ങിയ സമയത്ത് ഇതൊരു പ്ലെയിൻ ഷർട്ടായിരുന്നു. നമ്മുടെ പൈങ്കിളിയാണ് ഇതിനകത്ത് ഡിസൈൻ ചെയ്ത് തന്നത്. പൈങ്കിളി ഇപ്പോൾ ഒരു കുഞ്ഞു ഭാവിക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് കേട്ടോ. പൈങ്കിളി ഞാൻ എന്താണോ മനസ്സിൽ കണ്ടത് അതിനേക്കാൾ സൂപ്പർബായിട്ട് ഈ ഷർട്ടില് പെയിന്റ് ചെയ്ത് തന്നു. അവൾ ഒരുപാട് അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയും ചെയ്തു. ആ കഷ്ടപ്പാടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ദി ഫൈനൽ റിസൾട്ട് കണ്ടല്ലോ. എന്താണോ നമ്മൾ ആ വെബ്സൈറ്റിൽ കണ്ട ഷർട്ട് അതിനേക്കാൾ സൂപ്പർബായിട്ട് അവൾ എനിക്ക് ഡിസൈൻ ചെയ്ത് തരികയും ചെയ്തു. ഏതാണ്ട് 2,000 രൂപയോളം ഞാൻ ലാഭിക്കുകയും ചെയ്തു. ഇതാണ് ആ ഷർട്ടിന്റെ പിന്നിലുള്ള കഥ. ഇതിനകത്ത് 2,000 രൂപ ലാഭിച്ചെന്ന് പറയുമ്പോൾ 2,650 രൂപയായിരുന്നു ആ വെബ്സൈറ്റിൽ ഈ ഷർട്ടിനുണ്ടായിരുന്ന വില. പക്ഷേ ഈ സിജോയുടെ കയ്യിലേക്ക് വന്നപ്പോഴത്തേനും സിജോ 600 രൂപയ്ക്ക് ഒരു ഡ്രസ്സ് വാങ്ങുന്നു. അതിനകത്ത് പൈങ്കിളിയെ കൊണ്ട് ഈ ഡ്രസ്സ് ഡിസൈൻ ചെയ്യിപ്പിക്കുന്നു. നമ്മൾ ഇതിനെ നോക്കുമ്പോഴത്തേനും ആദ്യം ഈ ഡിസൈൻ കണ്ടുപിടിച്ച ഒരാളുടെ തലച്ചോറ്, അതായത് ഞാൻ ഇങ്ങനെ ഒരു ഡിസൈൻ ഇതിവിടെ പ്ലേസ് ചെയ്യണം, ഇത് ഇങ്ങനെ വരണം എന്ന് ചിന്തിച്ച അയാളുടെ എഫേർട്ട്, അല്ലെങ്കിൽ അയാളുടെ സാലറി, പിന്നെ ഇത് വരച്ചു പിടിപ്പിച്ചൊരു പുള്ളിക്കാരുണ്ടാവും, ആ വരച്ച ആളുടെ സാലറി, അവരുടെ എഫേർട്ട്, ഈ സാധനം എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടായിരിക്കണം ഈ 2,650 രൂപ വന്നത്. സിജോ നമ്മൾ പറയുമ്പോഴത്തേനും സിജോ ഇതിന്റെ ആ ഒരു ഷർട്ടിന്റെ റേറ്റ് മാത്രമേ പറയുന്നുള്ളൂ. ഇത് പൈങ്കിളിക്കൊന്നും കൊടുത്തായിട്ട് പറയുന്നില്ല. പൈങ്കിളിയുടെ എഫേർട്ടിന്റെ ചാർജസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടില്ല. അതുകൊണ്ടാണ് സിജോയ്ക്ക് അത് 600 രൂപയ്ക്ക് കിട്ടിയത്. നമ്മളൊരു ഷർട്ട് 600 രൂപയ്ക്ക് എടുത്തിട്ട് ഇതുവരെ വരയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ 2,600 ആകുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും അത്യാവശ്യം കോസ്റ്റ്ലി ആകാനുള്ള സാധ്യത ഉണ്ട്. ഈ ഷർട്ട് അവരെ, അതായത് ഒരു ടീം കണ്ടുപിടിച്ച ഷർട്ട്, അങ്ങനെ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തു, അല്ലെങ്കിൽ കുറച്ചും കൂടെ ലളിതമാക്കി പറഞ്ഞാൽ കോപ്പി അടിച്ചപ്പോഴത്തേനും
ഒറിജിനൽ ടീമിന് പൊള്ളി. ഒറിജിനൽ ടീമാണ് ഇപ്പോൾ വന്നിട്ട് മറ്റേ നമ്മൾ തുടക്കത്തിൽ വീഡിയോ കണ്ടത്. നമുക്ക് ആ വീഡിയോ പൂർണ്ണമായിട്ടൊന്ന് കാണാം. അല്ലെങ്കിൽ എക്സാജറേറ്റ് ചെയ്ത് പറയുക, ഇങ്ങനെ ചെയ്യുന്ന കാര്യം കൊണ്ട് സൊസൈറ്റി അതിനകത്ത് എന്താണ് എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞത്? എനിക്ക് അത് മനസ്സിലായില്ല. സിജോ ഒന്നും എക്സാജറേറ്റ് പറഞ്ഞിട്ടില്ല. ഭയങ്കര, ഞാനൊരു ഷർട്ട് കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ നോക്കിയപ്പോൾ ഇതിന് ഭയങ്കര വില, ഞാൻ ഇതിനെ കുറച്ച് വില ഇല്ല കുറച്ച് താത്തി എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ള സൊല്യൂഷൻ നോക്കി ഞാനിത് ചെയ്തു. ഇതിനകത്ത് സിജോ എവിടെയാണ് എക്സാജറേറ്റ് ചെയ്തത്? ഫോർ എക്സാമ്പിൾ, എൻ്റെ മാരേജിന് ഞാൻ ഒരു കല്യാണ ഇത് കണ്ടായിരുന്നു, കുറി ഉണ്ടായിരുന്നു. ഈ കുറി എന്നെ കൊണ്ട് വാങ്ങാൻ പറ്റുന്നതിലും ഹൈ പ്രൈസ് ആയിരുന്നു. നമ്മൾ ബൾക്ക് ക്വാണ്ടിറ്റി എടുക്കണമല്ലോ. സോ ഞാൻ ചാർട്ട് പേപ്പർ മേടിച്ച് ഞാൻ തന്നെ ആ ഡിസൈനിൽ കട്ട് ചെയ്ത് ഞാൻ തന്നെ അതുപോലെ ഫോൾഡബിൾ ആക്കിയിട്ട് അതിനകത്ത് സാധനം വെച്ചിട്ട് ഞാൻ തന്നെ സെൽഫായിട്ട് ഡിസൈൻ ചെയ്തു. അവർ പറഞ്ഞതിൻ്റെ 1/3 റേറ്റ് അതിനായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അതിനുള്ള കഴിവുണ്ട്, ടാലൻ്റ് ഉണ്ട്, എഫേർട്ട് ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. നമ്മളങ്ങനെ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അതിനെ ഡീഗ്രേഡ് ചെയ്തു, ഇൻസൾട്ട് ചെയ്തു എന്നൊക്കെ പറയുന്ന കഥയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സിജോ അതിനകത്ത് ഇൻസൾട്ട് ചെയ്തിട്ട് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടില്ല. എന്താണ് ആ ആർട്ടിസ്റ്റിന്റെ വർക്ക്, അതിനെയും നമ്മൾ അദ്ദേഹം താത്തി കാണിക്കുകയാണ്. നമ്മുടെ പ്രോഡക്റ്റിനോട് നമ്മൾ കാണിക്കുന്ന കമ്മിറ്റ്മെന്റിൽ താത്തി കാണിക്കുകയാണ്. ഇതിലെ ഈ ശംഖുപുഷ്പത്തിന്റെ മോട്ടീഫുകൾ ഹാൻഡ് പെയിന്റഡ് ആണ്. ഒരു ആർട്ടിസ്റ്റ് ഹാൻഡ് പെയിന്റ് ചെയ്തതാണ്. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത് എന്തുമാത്രം ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള വർക്കാണ്. ഇതിൽ എന്തുമാത്രം ടൈം അദ്ദേഹം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും, സമയം എടുത്തിട്ടുണ്ടാവും. അപ്പൊ അതിനെയൊക്കെ അബ്യൂസ് ചെയ്യുന്ന പോലെയുള്ള രീതിയിലുള്ള ഒരു കോണ്ടന്റ് ആണ് ഇത്. അതിനകത്ത് എവിടെയാണ് അബ്യൂസ് ചെയ്തത്? എനിക്ക് ഇതൊക്കെയാണ് ഈ പുള്ളിക്കാർ പറയുന്ന പല ടേംസുകളും എനിക്കതിനകത്ത് എവിടെയാണ് അതിനെ അബ്യൂസ് ചെയ്തത്? ഇപ്പം നിങ്ങൾ ചിന്തിക്കുമ്പോഴത്തേനും നിങ്ങളുടെ ഒരു ഡിസൈനർ അല്ലെങ്കിൽ ഒരു പെയിന്റർ അത് കഷ്ടപ്പെട്ടിരുന്ന് വരച്ചെടുത്തു. ആ ഡിസൈൻ അങ്ങനെ, അതായത് നിങ്ങളുടെ ഒരു ഡിസൈനർ കണ്ടുപിടിച്ച് അതിലേക്ക് പകർത്തിയ ഡിസൈൻ അങ്ങനെ മറ്റ് പൈങ്കിളി എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് റിപ്ലിക്ക ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, അതേപോലെ കോപ്പി ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, അല്ലാതെ നിങ്ങൾ കൊടുക്കുന്ന എക്സാക്ട് സാധനം പുള്ളിക്കാരിയെ കൊണ്ട് അടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരുടെ ടാലന്റിനെ നമ്മൾ അംഗീകരിക്കണ്ടേ? ഇപ്പൊ ബേസിക്കലി ഞാനൊരു ബിസിനസ്സുകാരനാണ്, എൻ്റെ ഒരു കലാകാരൻ വരച്ച സാധനം അതിന് നീ കോപ്പി അടിക്കുന്നു, നീ എന്തൊരു പരിപാടിയാണ് കാണിച്ചെന്ന് ചോദിക്കുമ്പോഴത്തേനും നിങ്ങളാണ് മറ്റൊരു കലാകാരിനെ അവഹേളിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ആ കൊച്ചിൻ്റെ എഫേർട്ടിനെ നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, നിങ്ങൾ കണ്ടുപിടിച്ച ഡിസൈനാണ്, ശരി ഫൈൻ, നിങ്ങളുടെ കോപ്പിറൈറ്റഡ് സാധനമാണോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾ കണ്ടുപിടിച്ച സാധനമാണ്. അത് മറ്റൊരാൾ നിങ്ങൾ ചെയ്ത പോലെ ചെയ്യുമ്പോഴത്തേനും അത് ഇവരുടെ കച്ചവടം പോകും. ഇവരുടെ കച്ചവടം പോകുന്നതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും പൊള്ളാനുണ്ടായ കാരണം. പക്ഷെ ആ കൊച്ചിന്റെ എഫേർട്ടിന്, ഈ പൈങ്കിളിയുടെ എഫേർട്ടിന് ഇവരാണ് കണ്ടില്ലെന്ന് അടിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. എന്ന് പറയാൻ 100 കസ്റ്റമേഴ്സ് ഉണ്ട്, ഹാപ്പി കസ്റ്റമേഴ്സ് ഉണ്ട്. അതിനെ നിസ്സാരവൽക്കരിക്കുന്ന ഇതേപോലെയുള്ള എന്താ പറയുക ഇത്തിൽക്കണ്ണികൾ എന്ന് ഞാൻ പറയാൻ പറ്റും. റൈറ്റ്, അവർക്കായിട്ട് നല്ലൊരു കോണ്ടന്റ് ഉണ്ടാക്കാൻ കഴിവില്ലാത്ത ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിനെ ഡീഗ്രേഡ് ചെയ്യുക ഒരു അപജയമാണിത്. ആക്ച്വലി സബ്ജക്റ്റ് ഇല്ലാതെ ഒരു അപജയം. സൊസൈറ്റിയിൽ ഇങ്ങനെയുള്ള ഒരു ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, അവർ വേറെന്തെങ്കിലും പേരിലാണ് പറയുന്നത്. അവർ അപജയമാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല, അവരെ ഇൻഫ്ലുവൻസേഴ്സ് തന്നെ പറയാൻ പറ്റും. കാരണം സിജോയുടെ ഈ വീഡിയോ കാണുമ്പോഴത്തേനും പല ആൾക്കാർക്കും ഈ 2650 രൂപയ്ക്ക് ഈ ഷർട്ട്, അതിപ്പോൾ നമ്മൾ മേടിച്ച് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ റേറ്റിന് കിട്ടും എന്ന് തോന്നിയ ഒരു ഇൻഫ്ലുവൻസർ ആയില്ലേ? ആ ഇൻഫ്ലുവൻസ് നിങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കും. അതുകൊണ്ടാണ് ഈ ഇത്തിൽ കണ്ണി കുത്തിൽ കണ്ണി എന്നൊക്കെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങളുടെ പ്രോഡക്റ്റിന് ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് പെർഫെക്റ്റ് ആണ്, ഇപ്പോൾ അവർ ചെയ്തത് ഈ റിപ്ലിക്ക ചെയ്തത് നിങ്ങൾ ചെയ്തതിൻ്റെ 7 കൊല്ലത്ത് വരില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കുന്നത്? ഇപ്പോൾ ആപ്പിളിൻ്റെ ഫോൺ ഇറങ്ങുന്നു, ആപ്പിളിൻ്റെ ഫോണിനെ കോപ്പി അടിച്ച് എത്ര ഫോൺ 10,000 രൂപയ്ക്ക് ഇറങ്ങിയാലും ആപ്പിളിൻ്റെ ഫോണിന് അവരുടേതായ ഒരു മാർക്കറ്റ് ഇല്ലേ? അപ്പം അങ്ങനെ ചിന്തിച്ചാൽ പോരെ ഇത്. എനിക്ക് ഇവരാണ് ആ ഒരു പൈങ്കിളിയുടെ ഒരു കഴിവിനെ അപമാനിച്ചതുപോലെ എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. ഒരു ഡിസൈനാണ് ഇത്, ചുമ്മാ അങ്ങ് വരച്ചു വെച്ചേക്കല്ല. ഇത് ആദ്യം ഫസ്റ്റ് ഒരു ആർട്ടിസ്റ്റ് ഇത് എവിടെ ലൊക്കേറ്റ്, ഇതിനകത്ത് എവിടെ ഇത് പ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം, അതിൻ്റെ വലിപ്പം എങ്ങനെയായിരിക്കണം, ഇതിൻ്റെ ഡിസൈൻ ആസ്പെക്ട് എന്താണ്, കളർ കോമ്പിനേഷൻ എന്താണ്, ഇതെല്ലാം നോക്കിയിട്ട് ഇത് വളരെയധികം ചിലപ്പോൾ ദിവസങ്ങളോളം എടുത്തിട്ടാണ് ഇതിൻ്റെ ഡിസൈൻ ഡെവലപ്മെൻറ്റ് ചെയ്തു വരുന്നത്. അതിനെല്ലാമാണ് ഡിഗ്രേഡ് ചെയ്ത് വെറും ഒരു എന്തോ ഒരു നിസ്സാര കാര്യമായിട്ട് അത് കാണിച്ചു. ആകെ അദ്ദേഹം അതിനകത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യം പൈങ്കിളി നന്നായിട്ട് കഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അതെങ്കിലും കേട്ടതിൽ വളരെ സന്തോഷം. ഇതിനകത്ത് ഇതൊക്കെ എനിക്ക് കറക്റ്റായിട്ട് തോന്നുന്നില്ല കേട്ടോ. സിജോ അങ്ങനെ ഒരു സാധനം ചെയ്തായിട്ട് എനിക്ക് തോന്നുന്നില്ല, നിസ്സാരവൽക്കരിച്ചായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഈ നിങ്ങളുടെ ഡിസൈനർ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഡ്രസ്സിലേക്ക് പകർത്തിയ ആള് ഇട്ട അതേ എഫേർട്ട് ഈ പൈങ്കിളി ഇട്ടിട്ടുണ്ട്. അല്ലാതെ പൈങ്കിളി അവിടെ കണ്ടു ഓം ക്രീം കുട്ടിച്ചാത്ത വന്നിട്ട് കയറാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറത്തില്ലല്ലോ. പുള്ളിക്കാരി അതേ എഫേർട്ട് അതിനകത്ത് ഇട്ടിട്ടുണ്ട്, പുള്ളിക്കാരി ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു വീഡിയോയുടെ താഴെ സിജോ വന്നിട്ടൊരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ. സൗഹൃദത്തോടെ പറയട്ടെ, ഞാൻ ആദ്യം ഈ ഷർട്ടിന്റെ വീഡിയോ ചെയ്ത സമയത്ത് നിങ്ങൾ എൻ്റെ പോലും അനുവാദമില്ലാതെ നിങ്ങളുടെ സ്വന്തം പ്രോഡക്റ്റ് ആണെന്ന് കരുതി എൻ്റെ പേര് മെൻഷൻ ചെയ്ത് സ്റ്റോറി പോലും ഇട്ടിരുന്നു. അന്ന് ഞാൻ ഒരു രീതിയിലും അതിനെ എതിർത്തിരുന്നില്ല. താങ്കൾ പറയുന്നത് പോലെ നിങ്ങളുടെ ബ്രാൻഡിനെ ഞാൻ എവിടെയും മോശമായി ചിത്രീകരിച്ചിട്ടില്ല. എനിക്ക് 2600 രൂപ കൊടുത്ത് ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ താല്പര്യമില്ല എങ്കിൽ എനിക്ക് അത് എന്തോ രീതിയിൽ വാങ്ങാനും, അത് വേറെയാണെന്ന് തോന്നുന്നു, രീതിയിൽ വാങ്ങാനും നിർമ്മിക്കാനും അവകാശമുണ്ട്. ഗൂഗിളിലും
പ്രിൻട്രസ്റ്റ് ആലും സമാനമായ ഒരുപാട് ഡിസൈനുകളുണ്ട്. നിങ്ങളുടേതായ രീതിയിൽ 2600 രൂപയ്ക്ക് അത് ചെയ്യുവാൻ ഞാൻ എൻ്റെതായ രീതിയിൽ 600 രൂപയ്ക്ക് ചെയ്തു. ഒരാളെ കുറ്റം പറയുമ്പോൾ കിട്ടുന്ന മാർക്കറ്റിംഗ് റീച്ച് ആണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് എന്ന് എനിക്ക് നന്നായി അറിയാം. ഞാൻ എന്തായാലും ഈ ഷർട്ട് നിലവിൽ 2600 രൂപയ്ക്ക് താഴെ വിൽപ്പന ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ എനിക്ക് മാത്രം യൂസ് ചെയ്യാനാണ് ഇത് ഉപയോഗിച്ചതെന്നാണ് സിജോ പറയുന്നത്. ഇത് മാത്രമല്ല, സിജോ ഒരു വീഡിയോയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ കൂടെ കാണാം. ചർച്ചാ വിഷയം ഇതാണ്. പൈങ്കിളിയാണ് നമുക്ക് ഈ ഷർട്ട് ഡിസൈൻ ചെയ്യുന്നത്. ഇവിടെ കഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ ഒരു ചെറിയ ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾക്ക് ഒന്നിനോടും എനിക്കും പൈങ്കിളിക്കും താല്പര്യമൊന്നുമില്ല. ഇത്രേ ഉള്ളൂ. നമ്മൾ ഏറ്റവും ആദ്യം ഗൂഗിളിലും പിൻട്രസ്റ്റിലും ഒക്കെ ഓണത്തിന്റെ സമയത്ത് ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ ഒരു ഷർട്ട് എനിക്ക് പിൻട്രസ്റ്റിലാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ പൈങ്കിളി ചോദിച്ചു, പൈങ്കിളി എനിക്ക് ഇതൊന്ന് വരച്ചു തരാൻ പറ്റുമെന്ന് ചോദിച്ചു. കാരണം പൈങ്കിളി എനിക്ക് സഹോദരിയെ പോലത്തെ ഒരാളാണ്. അപ്പോൾ പൈങ്കിളി പറഞ്ഞു ചേട്ടാ ഞാൻ വരച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒരിക്കലും കണക്ക് വരച്ചുള്ള ആവശ്യമോ അങ്ങനെയൊന്നും ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഞാൻ വീഡിയോ ഒക്കെ ആണെങ്കിൽ തന്നെയും 650 രൂപ എന്ന് മാത്രം ഞാൻ എടുത്ത് പറഞ്ഞു. ഇനി ഞാൻ ഈ ഷർട്ട് പിൻട്രസ്റ്റിൽ ഇങ്ങനെ എടുത്തിട്ട് ഇത് ഡിസൈൻ ചെയ്ത് ഏറ്റവും ആദ്യത്തെ എൻ്റെ ഷർട്ടിന്റെ പപ്പയായിട്ടുള്ള ഷർട്ടിന്റെ ഒരു വീഡിയോ ഇട്ട സമയത്ത് ഈ ബൈ ഹാൻഡ് എന്ന് പറയുന്ന അവർ തന്നെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഒക്ടോബർ 27-ാം തീയതി, അതായത് എൻ്റെ പേര് മെൻഷൻ ചെയ്തിട്ട് ഞാൻ പർച്ചേസ് ചെയ്യുന്ന രീതിയിലാണ് ആ സ്റ്റോറി ഇട്ടത്. അപ്പോൾ അതായത് ഒറിജിനൽ ടീമിന് മനസ്സിലായിട്ടില്ല ഇത് ഡിറ്റോ കോപ്പി അടിച്ച സാധനം വന്ന്. അത്രയ്ക്ക് പെർഫെക്ഷനിലാണ് ഈ പുള്ളിക്കാരി ഇത് വരച്ചെടുത്തത്. അപ്പൊ ഈ പുള്ളിക്കാരുടെ ഒരു ആർട്ടിസ്റ്റിക് ടാലന്റിനെ നമ്മൾ തീർച്ചയായിട്ടും അംഗീകരിച്ചു കൊടുക്കണം. അവര് നമ്മുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്ത ഷർട്ടാണ് വിട്ടേക്കുന്നത്. എടുക്കുക, സ്റ്റോറി ഇടുക, സിജോ കാരണം നമുക്ക് മുടിഞ്ഞ് റീച്ച് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ടു. അതിനുശേഷം സിജോ വന്നിട്ട് ഇത് 2650 രൂപയാണ്, ഞാനിത് 600 രൂപയ്ക്ക് ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേനും അവൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് പോകില്ലേ? ഇവൻ ഇത്തിൽ കണ്ണി ഇവനെതിരെ വീഡിയോ ആ സെറ്റപ്പ് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് പൊക്കി കാണിക്കുക, നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് വന്ന സമയത്ത് നിങ്ങൾ ഭയങ്കര മോശമായിട്ട് പറഞ്ഞ ഒരു സാധനം ഈ ഇത്തിൽ കണ്ണി അപജയം ഇങ്ങനൊന്നും പറയേണ്ട കാര്യമില്ല. നിങ്ങളാണ് ശരിക്കും ഇൻസൾട്ട് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ എൻ്റെ അടുത്ത് വന്ന് 2600 ഷർട്ട് ഉണ്ടോ, അതേ ഷർട്ട് അതേ ക്വാളിറ്റി അതേ ഡിസൈൻ അതേ സാധനം 600 രൂപയ്ക്ക് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം, പക്ഷെ ആ ക്വാളിറ്റി കിട്ടില്ല അല്ലെങ്കിൽ ആ ഒരു ഇത് കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ 600 പോയെന്നിരിക്കും. ഞാൻ 2600 ഷർട്ടും എൻ്റെ കരിയറിൽ ഞാൻ മേടിച്ചിട്ടില്ല. അത് പല ആൾക്കാരുടെയും ചിന്താഗതിയുടെ പ്രശ്നമായിരിക്കും. പക്ഷെ ചില ആൾക്കാർ ഇല്ല, ഒറിജിനൽ സാധനം, കോസ്റ്റ്ലി സാധനം, പെർഫെക്റ്റ് സാധനം എന്ന് പറഞ്ഞാൽ അതിലേക്ക് പോകുന്നവരും ഉണ്ടാവും. എന്റെ അനുവാദത്തോടു കൂടി ഒന്നും ആ സ്റ്റോറി ഇട്ടത്. ഞാൻ പർച്ചേസ് ചെയ്തോ ഇല്ലെന്നുള്ള ഒരു ക്ലാരിറ്റി വരുത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ അവരുടെ ഡിസൈനാണ്, കാരണം ഞാൻ അവരുടെ ഡിസൈൻ കണ്ട് അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ ഒരു ഷർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു സ്റ്റോറി ഇട്ടോട്ടെ. അതിനുശേഷം നവംബർ 5-ാം തീയതിയാണ് ഞാൻ പിന്നീട് ഇത് ഞാൻ സ്വന്തമായിട്ട് ഇത്രയും ലാഭിച്ച് ഒരു ഡിസൈൻ ഭയങ്കര ഡിസൈൻ ചെയ്താണെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോഴും എനിക്ക് ഒരിക്കലും ഞാൻ ഈ നിമിഷം വരെയും ബൈ ഹാൻഡിന്റെ പ്രോഡക്റ്റ് മോശമാണെന്നോ അവരുടെ ഷർട്ട് കൊള്ളില്ലെന്നോ റേറ്റ് കൂടുതലാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത് സിജോ അങ്ങനെ പറയരുതായിരുന്നു. ഞാൻ ബൈ ഹാൻഡ് ഷർട്ടുകാരുടെ അടിപൊളി കിറ്റോസ്കി ഡിസൈൻ നോക്കിയിട്ട് ആ ഡിസൈൻ ഞാൻ നോക്കിയിട്ട് ഞാൻ അതിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഞാൻ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ഇങ്ങനെ സാധനം ചെയ്തു, അല്ലാതെ ഇത്ര ഓവർ പ്രൈസ് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. അവരെ കളത്തി അടിച്ച് പറയണമായിരുന്നു. അതാണ് സംഭവം. എനിക്ക് ഇതിനകത്ത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ സിജോ ചെയ്തതിനകത്ത് ഒരു മോശമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ബൈ ഹാൻഡിന്റെ പേരോ കാര്യങ്ങളോ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷെ ഈ ബൈ ഹാൻഡ് ടീംസ് വന്നിട്ട് സിജോ ഇത് നമ്മുടെ അനുകൂലമായിട്ടുള്ള ഡ്രസ്സ് എടുത്തു അല്ലെങ്കിൽ നമ്മുടെ അടുത്തുനിന്ന് ഡ്രസ്സ് എടുത്തു എന്ന് പറഞ്ഞപ്പോഴത്തേനും അടിപൊളിയുടെ സൂപ്പറാ സിജോ എടുത്താ വാടാ ഓടി വാടാന്ന് പറഞ്ഞു. അല്ല, ഇത് സിജോ സ്വന്തമായിട്ട് നിങ്ങൾ ഈ റേറ്റിന് കൊടുക്കുന്ന സാധനം ഈ റേറ്റിന് ഇവിടെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഞാൻ ഈ റേറ്റിനാണ് ഇവിടെ ചെയ്യുന്നത്, നീ ആർട്ടിസ്റ്റിനെ അപമാനിക്കുന്നോളാം, നീ പോടാ മറ്റവനെ എന്നുള്ള സാധനത്തിൽ ചെയ്തതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഇതിലും ഇതിനോട് എതിരഭിപ്രായമുള്ളവരുണ്ടാവാം. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ബൈ.